കൽക്കട്ട തീസിസ് നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായി ചെങ്ങമനാട് ഒരു രഹസ്യ യോഗം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി യോഗം നടത്തുകയാണ്. ഇവിടെയുള്ള സർക്കാർ സംവിധാനങ്ങളെ എങ്ങനെ അട്ടിമറിക്കണം എന്നുള്ളതിനാണ് കൂടിയാലോചന നടത്തുക. അപ്പം നേരത്തെ തന്നെ ഈ വേറൊരു കാര്യം അറിയേണ്ടത്, ഇങ്ങനെ സർക്കാരിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചതോടുകൂടി നെഹ്റു സർക്കാർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നിരോധിച്ചു. കാരണം അങ്ങനെ നിരോധിക്കപ്പെട്ട ഒരു ശത്രു സൈന്യമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി രഹസ്യ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നു. ഓരോ പ്രദേശങ്ങളിലും അട്ടിമറി നടത്തുന്നു, കൊലപാതകങ്ങൾ നടത്തുന്നു, ആക്രമണങ്ങൾ നടത്തുന്നു, സർക്കാർ സംവിധാനങ്ങളെ തകർക്കുന്നു. അപ്പോൾ അതിന് കേരളത്തിലും നടത്തണം എന്ന് വിചാരിച്ചിട്ടാണ് ചെങ്ങമനാട് ഈ രഹസ്യ യോഗം നടക്കുന്നത്. രഹസ്യ യോഗം നടന്നത് പോലീസ് അറിയുന്നു, പോലീസിൻ്റെ രഹസ്യാന്വേഷണ വിഭാഗം അറിയുന്നു. അവർ ഈ രഹസ്യ യോഗ കേന്ദ്രം വളഞ്ഞു. ആ യോഗത്തിൽ EMS ഒക്കെ പങ്കെടുത്തിട്ടുണ്ട്. EMS പക്ഷേ അതിന് മുമ്പ് തന്നെ പോലീസ് വന്നേക്കും എന്ന സംശയം വന്നപ്പോൾ സഖാക്കളും നമ്പൂതിരിപ്പാടിനെ രക്ഷപ്പെടുത്തി വേറെ വഴിക്ക് വിട്ടു, അതിനൊരു അരമണിക്കൂർ മുന്നേ. എന്നിട്ട് പോലീസുകാർ വളഞ്ഞു. ആ സമയത്ത് സഖാക്കൾ ഓടി രക്ഷപ്പെട്ടു. ഒരാൾ പക്ഷേ ബോംബും വാളും ഒക്കെ ആയിട്ട്, തോക്കും ഒക്കെ ആയിട്ട് പിടിക്കപ്പെട്ടു. അപ്പോൾ തോക്കൊക്കെ ഈ ചെങ്ങമനാട് കൂടിയ യോഗത്തിൽ തോക്കുണ്ട്, ബോംബുണ്ട്, ആസിഡ് ബോംബുണ്ട്, ഇതെല്ലാമായിട്ട് ഓടി രക്ഷപ്പെട്ടതിൽ ഒരാളെ പോലീസിന് കിട്ടി. അങ്ങനെ പിടിക്കപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് പിന്നീട് ആ പ്രവർത്തനം നടന്നില്ലല്ലോ. അവർ വിചാരിച്ച പോലെ അട്ടിമറി പ്രവർത്തനം നടന്നില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പിന്നെ എന്ത് ചെയ്തു, അട്ടിമറി പ്രവർത്തനം നടത്തണം എന്ന് തീരുമാനിച്ചിട്ട് ഇനി എന്ത് ചെയ്യണം എന്ന് ആലോചിച്ചപ്പോഴാണ് അവർ തീരുമാനിച്ചത്, സർക്കാരിൻ്റെ ഏജൻസിയാണല്ലോ റെയിൽവേ. അപ്പോൾ റെയിൽവേ പാളം അട്ടിമറിക്കുക. അപ്പോൾ പാളം അട്ടിമറിക്കുക എന്ന് പറയുമ്പോൾ ആലോചിക്കണം, എന്തൊരു ക്രൂരതയാണ്. ട്രെയിൻ വരുമ്പോൾ അതിൽ 100 കണക്കിനോ 1000 കണക്കിനോ യാത്രക്കാരുള്ള ട്രെയിൻ പാളമില്ലാതെ ട്രെയിൻ മറിഞ്ഞെന്നാൽ എത്രയോ ആൾക്കാരും മരിക്കുന്നു. പാവങ്ങൾ ദരിദ്രരും ആയിരിക്കും ഉണ്ടാവുക മിക്കവാറും. ആ ആൾക്കാർ മുഴുവൻ കൊല്ലപ്പെട്ടാലും വേണ്ടില്ല. ഈ വിപ്ലവത്തിന് വേണ്ടി എത്ര പേരെ വേണമെങ്കിലും കൊല്ലാം, ആരെ വേണമെങ്കിലും കൊല്ലാം. അങ്ങനെ ഒരു ട്രെയിൻ അട്ടിമറി നടത്താൻ വേണ്ടി പ്ലാൻ നടത്തുകയും അതിനൊരു രഹസ്യ യോഗം, വേറെ ഒരു ആക്ഷൻ കമ്മിറ്റിയൊക്കെ ഉണ്ടാക്കി. ആ ആക്ഷൻ കമ്മിറ്റിയുടെ ഭാഗമായി വെളുക്കുന്നിടം വരെ ചർച്ച ചെയ്തു. അതിനൊരു ആക്ഷൻ കമ്മിറ്റി ഉണ്ടാക്കി, ഒരു സ്ക്വാഡ് ഉണ്ടാക്കി. ആ യോഗത്തിൽ പങ്കെടുത്ത ആളാണ് ഈ NK മാധവൻ ഒക്കെ അടക്കമുള്ള ഇടപ്പള്ളി വിപ്ലവത്തിൻ്റെ ഒരു നായകൻ എന്ന് പറയുന്നത് NK മാധവനാണ്. ഈ അറസ്റ്റിലായി അയാളാണ് NK മാധവൻ. അപ്പോൾ NK മാധവനെയും വേറൊരു വറുതുകുട്ടി എന്ന് പറയുന്ന 2 പേരും അവർ പകല് പുറത്തിറങ്ങരുതെന്നായിരുന്നു ഇവരുടെ നിർദ്ദേശം, പാർട്ടി നിർദ്ദേശം. പക്ഷേ ഇവർക്ക് നിവൃത്തിയില്ല. യോഗം കൂടിയ വീട്ടിൽ നിൽക്കാനും നിവൃത്തിയില്ല. അവിടുന്ന് പോരേണ്ടിയും വന്നു. പകല് മറ്റൊരു രഹസ്യ കേന്ദ്രത്തിൽ എത്താൻ പറ്റിയില്ല. അപ്പോൾ ഇവർ 2 പേരും ഇടപ്പള്ളിയിലും ഇവിടെയൊക്കെ കൂടിയായിട്ട് കറങ്ങി നടന്നു, റെയിൽവേ പാളം വഴി നടക്കുന്നു. അപ്പോൾ അധികം പേര് ശ്രദ്ധിക്കത്തില്ലല്ലോ. അങ്ങനെ 2 പേരും കൂടി നടക്കുന്ന സമയത്ത് പോലീസ് പെട്ടെന്ന് കാണുന്നു. അപ്പോൾ പോലീസിനെ വെട്ടിച്ച് ഇവർ ഓടുന്ന വഴിക്ക് വറുത് കൂട്ടിയ പോലീസ് പിടിച്ചു. NK മാധവനെയും പിടിക്കാൻ ശ്രമിച്ചു. NK മാധവൻ ഏറ്റുമുട്ടി അവരുമായിട്ട്. ആ പോലീസുകാരുമായിട്ട് ഏറ്റുമുട്ടി. പോലീസിൽ ചില പോലീസുകാർ വീണു, അവർക്ക് പരിക്ക് പറ്റി. അപ്പോൾ ഏറ്റുമുട്ടൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംഘട്ടനമാണല്ലോ ശരിക്കും. സംഘട്ടനത്തിൽ പോലീസ് അവസാനം NK മാധവനെ കീഴടക്കി. വറുത് കുട്ടിയെയും പിടിച്ചു കൊണ്ടുപോയി പോലീസ് സ്റ്റേഷനിൽ ലോക്കപ്പിലാക്കി. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്ത് ചെയ്യണം? അവർ വീണ്ടും രഹസ്യയോഗം കൂടി NK മാധവനെ പുറത്ത് രക്ഷപ്പെടുത്തണം. അതിനുവേണ്ടി ഫെബ്രുവരി 26-ാം തീയതി രഹസ്യയോഗം കൂടിയിട്ട് KC മാത്യു എന്നൊക്കെ പറയുന്ന 4-5-6 പേര്, അപ്പം നമ്മുടെ MM ലോറൻസ് ഒക്കെ അതിൽ പെടുന്ന ആൾക്കാരാണ്, V വിശ്വനാഥ മേനോൻ, അവരൊക്കെ ഉണ്ട്. അവരെല്ലാവരും കൂടി ചാവേർ ആയിട്ട് തീരുമാനിച്ചു ചാവേർ ആക്രമണം നടത്താൻ. അങ്ങനെയാണല്ലോ വിപ്ലവം എന്നൊക്കെ പറയുന്നാൽ ഈ ചെഗുവേരൊക്കെ ആണല്ലോ മനസ്സിലല്ലെങ്കിൽ അതിന് മുമ്പുള്ള വിപ്ലവകാരികളുടെയൊക്കെ കഥയാണല്ലോ മനസ്സിലുള്ളത്. ചാവേർ ആക്രമണം നടത്താൻ തീരുമാനിച്ചു. നമ്മൾ മരിച്ചും NK മാധവനെ രക്ഷപ്പെടുത്തണം. അതിനുവേണ്ടി എന്ത് ചെയ്യണം? പോലീസ് സ്റ്റേഷനിലാണല്ലോ ഇവരുള്ളത്. പോലീസ് സ്റ്റേഷൻ ആക്രമിക്കണം. പോലീസ് സ്റ്റേഷൻ ബൂർഷ്വാ സംവിധാനമാണ്. അപ്പം ബൂർഷ്വാ സംവിധാനത്തെ ആക്രമിച്ച് നശിപ്പിച്ച് അവിടെ നിന്ന് തങ്ങളുടെ സഖാക്കളെ, വിപ്ലവകാരികളെ മോചിപ്പിക്കുക എന്നുള്ളതൊരു യുദ്ധ മുന്നണിയിൽ നടക്കുന്ന ഒരു പോരാട്ടമാണല്ലോ. അങ്ങനെ ഇവർ ഫെബ്രുവരി 28-ാം തീയതി രാത്രി ഇടപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ പാതിരാത്രി കഴിഞ്ഞ് 2 മണി കഴിഞ്ഞ് ചെല്ലുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് സെൻട്രിൽ നിൽക്കുന്നുണ്ടാവുമല്ലോ പോലീസുകാരും. ഒരു പോലീസുകാരനോട് ഇരുന്ന് ഉറങ്ങുന്നുണ്ടായിരുന്നു. 2 പേരെയും വെട്ടിക്കൊന്നു. അവരെന്ത് ചെയ്തു? അവർ പോലീസാണ്, ബൂർഷ്വാ സംവിധാനത്തിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് അവരെ ആദ്യം വെട്ടിക്കൊന്നു. പിന്നെ വലിയ വെട്ട് കത്തിക്കൊണ്ട് ഈ താഴ് വെട്ടിപ്പൊളിക്കാൻ നോക്കി, നടന്നില്ല. NK മാധവന് സെല്ലിലിട്ടിരിക്കുന്ന ആ സെല്ല് വെട്ടിപ്പൊളിക്കാൻ വാക്കത്തി കൊണ്ട് വെട്ടിയ സെല്ല് പൊട്ടു ഇല്ല. ഏതായാലും രക്ഷപ്പെടുത്തൽ നടന്നില്ല. അപ്പോഴേക്കും ഇവർ പിടിക്കപ്പെടുകയും ബാക്കി വിചാരണയും കാര്യങ്ങളും ഒക്കെ നടന്നു. പിന്നീട് അതിനെ തുടർന്ന് പോലീസ് സ്വാഭാവികമായിട്ടും പോലീസുകാരെ പോലീസ് സ്റ്റേഷനിൽ കയറി വെട്ടിക്കൊന്നാൽ പോലീസുകാരെന്ത് ചെയ്യും?
അത് ഇന്നാണെങ്കിലും അന്നാണെങ്കിലും എന്നാണെങ്കിലും ലോകത്തിലെവിടെയാണെങ്കിലും സ്വാഭാവികമായിട്ടും പോലീസ് തിരിച്ചാക്രമിക്കും. ആ ആക്രമണത്തിൽ വേറെ 2 പേര് കൊല്ലപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പോലീസിൻ്റെ ആക്ഷനിൽ 2 പേര് കൊല്ലപ്പെടുകയും നിരവധി പേര് മർദ്ദനങ്ങൾക്കിരയാവുകയും ഒക്കെ ചെയ്തു. ഇപ്പം ഇതാണ് ശരിക്ക് ഇടപ്പള്ളി സംഭവം എന്ന് പറയുന്നത്. ഇതിനകത്ത് പിന്നീട് 57 EMS സർക്കാർ വന്നപ്പോഴാണ് ആ കേസിലെ പ്രതികളെയൊക്കെ പിന്നീട് മോചിപ്പിച്ചത്. സത്യം പറഞ്ഞെന്നാൽ അട്ടിമറി പ്രവർത്തനം നടത്തിയതിൻ്റെ ഭാഗമായിട്ട് 100 കണക്കിന് ആൾക്കാർ കൊല്ലപ്പെടുമായിരുന്ന ഒരു പ്രവർത്തനത്തിനെ തടഞ്ഞതാണ് പോലീസ് സത്യത്തിൽ. അല്ലെങ്കിൽ 100 കണക്കിന് നിരപരാധികൾ, കുഞ്ഞുങ്ങളും വൃദ്ധരും സ്ത്രീകളും അടക്കമുള്ളവർ ട്രെയിൻ മറിഞ്ഞ് മരിക്കുമായിരുന്ന ഒരു മഹാദുരന്തത്തെ തടയാൻ വേണ്ടിയാണ് പോലീസ് ആക്ഷൻ നടന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചെയ്തത് തെരഞ്ഞെടുക്കപ്പെട്ട അഥവാ നിയമവിധേയമായി പ്രവർത്തിക്കുന്ന ഒരു സർക്കാരിനെ അട്ടിമറിച്ച് ആ അട്ടിമറിയിലൂടെ വലിയ ഒരു വിപ്ലവം നടത്തി ആയിരക്കണക്കിന് ആൾക്കാരെ കൊന്ന്. അതിനു മുമ്പ് പണ്ട് മുസ്ലിം ലീഗ് തീരുമാനിച്ചതും അതാണ്. സ്വാതന്ത്ര്യം കിട്ടിയ ഉടൻ തന്നെ തീരുമാനിച്ച ആ വിഭജനത്തിന് തൊട്ട് മുമ്പ് തീരുമാനിച്ച ഡയറക്റ്റ് ആക്ഷൻ. അതിന് ശേഷം ഡയറക്റ്റ് ആക്ഷൻ 46-ലാണ്. അതിനുശേഷം ഈ ഇടക്കാല സർക്കാരുണ്ടല്ലോ, ആ സർക്കാരിനെ അട്ടിമറിച്ച് അവരെ മുഴുവൻ കൊന്നുകളഞ്ഞ് ഭാരതത്തിൻ്റെ ഇന്ത്യയുടെ അധികാരവും കൂടി അവർ പിടിക്കാൻ മുസ്ലിം ലീഗ് തീരുമാനിച്ചിരുന്നു. അതിൻ്റെ ചരിത്രമൊക്കെ ഈ 2 ആൾക്കാർ എഴുതി വെച്ചിട്ടുണ്ട്. ഡോക്ടർ ഭഗവൻ ദാസ് എന്ന് പറയുന്ന ആൾ എഴുതി വെച്ചിട്ടുണ്ട്. മറ്റൊരു ചരിത്രമാണ്, ഇതിൻ്റെ ഭാഗമല്ല. ഞാൻ പറഞ്ഞത് അന്ന് മുസ്ലിം ലീഗ് എങ്ങനെയാണോ ഭാരതത്തെ അട്ടിമറിക്കാൻ ശ്രമിച്ചത്, അതേപോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭാരതത്തിനെ അട്ടിമറിച്ച് അധികാരം പിടിച്ചെടുക്കാൻ നടത്തി. സ്വതന്ത്ര ഭാരത സർക്കാരിനെതിരെ യുദ്ധം ചെയ്ത ഇവരാണ് ദേശസ്നേഹത്തെക്കുറിച്ച് പറയുന്നതെന്ന് ആലോചിക്കണം. ദേശീയ ഐക്യം, സ്വാതന്ത്ര്യം എന്നൊക്കെ പറഞ്ഞ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രസംഗിക്കുമ്പം 2 കൊല്ലക്കാലം ഇവർ നടത്തിയ ഈ അട്ടിമറി പ്രവർത്തനങ്ങളും ക്രൂരതകളും കൂട്ടക്കൊലപാതകങ്ങളും ഒക്കെ ആലോചിക്കണം.